എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്തു വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യം. ശിശുക്കളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി അറിയാം. കള്ളത്തരമാണെങ്കിലും സത്യമാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഒറ്റ മനസ്സാണ്. ശരിയായാലും തെറ്റായാലും കാപ്പട്യമില്ലാതെ അവർ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. മാത്രമല്ല, അവരെ സംബന്ധിച്ച് ആശ്രയിക്കാൻ എപ്പോഴും മനസ്സ് സന്നദ്ധമാണ്. ഈശോയുടെ മുമ്പിലും ആധ്യാത്മികതയിലും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴും അവിടുത്തെ സന്നിധിയിൽ കള്ളത്തരവും കാപട്യവും ഇല്ലാത്തൊരു മനസ്സ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും. എന്താണ് മനസ്സിൽ ഉള്ളത് അതുപോലെ തന്നെ ജീവിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഒരു സമർപ്പണ മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പുറമേ സൂക്ഷിക്കുന്ന ഒരു ഹൃദയം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമുക്കറിയാം, ശിശുക്കൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കളെ ആശ്രയിക്കുന്നവരാണ്. തൻ്റെ ഉള്ളിൽ ശിശുക്കൾക്കൊരു ബോധമുണ്ട്, അപ്പനെയും അമ്മയും കൂടാതെ അല്ലെങ്കിൽ അവരെ ആശ്രയിക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന മനോഭാവം തന്നെയാണ് നമുക്കും ഉണ്ടാകേണ്ടത്. തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈശോയിലുള്ള ആശ്രയബോധം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ വചനം പറയുന്നത് പോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ സ്വർഗരാജ്യം എപ്പോഴും നമ്മോട് കൂടി ആയിരിക്കും. സ്വർഗരാജ്യം സത്യത്തിൽ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവരാജ്യത്തിന്റെ സത്യം എപ്പോഴും നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ അവന്റെ ഹൃദയം എന്താണോ എന്ന് നമ്മളിലും രൂപപ്പെടുന്നു. അങ്ങനെ ഒരു സത്യത്തിന്റെ ഈശോയിൽ ആശ്രയിക്കുന്ന അഭിഷേകം നമ്മളിൽ ഉണ്ടാകട്ടെ.